വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമര ഇതൾ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി പൂവിനാനന്ദമേകി വാഴും പുൽപ്പൂവിനൊത്തൊരു നാസയേന്തി തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങും വീശി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നു ഹാരാദിയാഭരണങ്ങളേന്തി മാറിന്നു ശോഭ ഇരട്ടിയാക്കി. കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും. നാവിനൊരു ചലനമില്ലേ? ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു ചലനമില്ലേ? കാതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഇന്ദ്രിയങ്ങളൊക്കെ കൈകാലുകൾ ചലിക്കുന്നില്ലേ? ഈ കൈകാലുകൾ ചലിക്കുന്നു, കണ്ണിലുള്ള പ്രകാശം ഇതൊക്കെ ചലിക്കുമ്പോൾ ഈ ചലനത്തെ നമ്മൾ കാണുന്നു, കണ്ണിലൂടെ പ്രകാശം നമ്മൾ കാണുന്നു, ഈ ശരീരത്തെ കാണുന്നു. പക്ഷെ ഇതെല്ലാം കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശം അത് ആര് തന്നെയാണ്? ആര് തന്നെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകൊള്ളണം. ഗീത എടുത്തു നോക്കാം നമുക്ക്. 5-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ആരാണോ ഇത് തിരിച്ചറിയുന്നവര് അവരാണ് ശരിക്കും യോഗികൾ എന്ന് പറയാണ്. 5-ാം അധ്യായത്തില് 24 യോന്ത സുഗന്ധരാരാമാം തദാന്തർജ്യോതിരേവയാം സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോതി ഗച്ഛതി. അന്ത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബഹി എന്ന് പറഞ്ഞാൽ
പുറത്ത്. യോ ആരാണോ അന്തസുഗോന്തരാരാമ, അന്ത ഉള്ളിലുള്ള ആ ചൈതന്യത്തിൽ രമിക്കുന്നത്. ഏത് ചൈതന്യത്തിൽ? അന്തർജ്യോതിരേവ. ഏത് ജ്യോതിയാണ്? ആ ജ്യോതിയിൽ ആരാണോ അന്തർരാമന, അന്തരാമ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൽ രമിക്കുന്നത്. സയോഗി ബ്രഹ്മനിർവാണം. അയാൾക്ക് എന്ത് കൈവരിക്കാൻ പറ്റും? ബ്രഹ്മനിർവാണം. ബ്രഹ്മഭൂതോദിഗച്ഛതി. അയാൾ ആരായി തീരും? ബ്രഹ്മഭൂതമായി തീരും. അപ്പൊ ഇവിടെ നമ്മൾ ശരീരം, പ്രാണൻ, ചിന്തകൾ, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആരൊക്കെ നിൽക്കുന്നത്? മനസ്സും പ്രാണനൊക്കെ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നത്. ഇത് പറഞ്ഞാൽ മുഴുവൻ നിങ്ങൾ സ്വീകരിക്കരുതേ, ചിന്തിക്കണം, ധാരാളം ചിന്തിക്കണം. നമ്മൾ കുട്ടിക്കാലം മുതലേ ആരും ഇത് പറഞ്ഞു തരാത്തത് കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ശരീരമുള്ളത് കൊണ്ട് ശ്വാസമുണ്ട്, ശരീരമുള്ളത് കൊണ്ട് മനസ്സുണ്ട്, ശരീരമുള്ളത് കൊണ്ട് ജീവനുണ്ട്. ഇതെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലാണ്. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ച് സ്ഥൂലമായതിലേ എന്തിരിക്കുള്ളൂ? സൂക്ഷ്മമായതിരിക്കുള്ളൂ. എന്നാൽ പ്രകൃതിയുടെ നിയമമനുസരിച്ച്, പ്രപഞ്ച നിയമമനുസരിച്ച് സ്ഥൂലതയിലല്ല സൂക്ഷ്മത ഇരിക്കുന്നത്, സൂക്ഷ്മതയിലാണ് സ്ഥൂലത ഇരിക്കുന്നത്. ഇതിനെ കാര്യകാരണ സംബന്ധം എന്ന് പറയും. അതായത് എനർജിയിൽ നിന്നാണ് മാറ്റർ ഉണ്ടാവുന്നതെങ്കിൽ മാറ്ററിലല്ല എനർജി ഇരിക്കുന്നത്, എനർജിയിലാണ് മാറ്റർ ഇരിക്കുന്നത്. വളരെ വ്യക്തമായി നമ്മുടെ തലത്തിൽ ചിന്തിച്ചാൽ വസ്ത്രത്തിലാണ് നൂലെന്ന് തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ നൂലിലാണ് വസ്ത്രം ഇരിക്കുന്നത്. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? നമ്മുടെ പ്രകൃതി തന്നെ നോക്കൂ നിങ്ങൾ. ഈ ഭൂമി, സൂര്യൻ എന്നിവയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിൽക്കുന്നത് എവിടെയാണ്? സ്ഥൂലതയിലാണോ സൂക്ഷ്മതയിലാണോ? എവിടെയാണ് നിൽക്കുന്നത്? ആകാശത്തിലല്ലേ നിൽക്കുന്നത്? ആണോ അല്ലയോ? അപ്പൊ നമ്മള് ഭൂമിയുടെ തന്നെ 80% വെള്ളമാണ്. അപ്പൊ ഈ ഭൂമി നിൽക്കുന്നത്, ഓരോ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ നിൽക്കുന്നത് വെള്ളത്തിലാണ്. ആണോ അല്ലയോ? 80% വെള്ളമാണെങ്കിൽ 20% കരയുള്ളൂ എങ്കിൽ ഇത്രയും കര നിൽക്കുന്നത് വെള്ളത്തിലാണ്. ഒന്ന് മുങ്ങിയ കഴിഞ്ഞു കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇനി ആ വെള്ളം അടക്കമുള്ള ഭൂമിയെ മുഴുവൻ നിലനിർത്തുന്നത് ആകാശത്തിലെ വായു മണ്ഡലമാണ്. ഇനി വായു മുഴുവൻ നിൽക്കുന്നത് ആകാശത്തിലാണ്. ആണോ അല്ലയോ? അപ്പൊ സ്ഥൂലതയിലാണോ സൂക്ഷ്മത നിൽക്കുന്നത്? സൂക്ഷ്മതയിലാണോ സ്ഥൂലത നിൽക്കുന്നത്? സ്ഥൂലത നിൽക്കുന്നത്. ഇനിയും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ചിന്തിക്കൂ. നിങ്ങളുടെ ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്? മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത്? പണ്ടൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംശയം വന്നു. പാത്രത്തിലാണോ നെയ്യിരിക്കുന്നത്, നെയ്യിലാണോ പാത്രം ഇരിക്കുന്നത്? അപ്പൊ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നോക്കൂ, ഇത് പരീക്ഷിക്കാൻ അധികമൊന്നും ബുദ്ധി വേണ്ട, ഒന്ന് കമിഴ്ത്തി നോക്കിയാൽ മതി എന്ന്. അവസാനം കുട്ടിക്ക് മനസ്സിലായി പാത്രത്തിലാണ് നെയ്യിരിക്കുന്നത്. അങ്ങനെ ഒരു വിഡിത്ത കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാണോ ശരീരമിരിക്കുന്നത്, ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഇരിക്കുന്നത് എങ്ങനെയാ സ്വാമി, വിഡിത്ത സ്വാമി ഇങ്ങനെ പറയുന്നത്? ഇത്തിരി തൊലിക്കട്ടി വേണ്ടേ? വേണ്ട. നിങ്ങൾ എണീറ്റ് നിൽക്കുന്നു, നിങ്ങളുടെ മനസ്സങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് നിശ്ചലമാവുന്നു. എന്താ ഉണ്ടാവുക? വീണോ? വീണു. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നു. എണീക്കണമെന്ന് ശരീരം പറയണോ മനസ്സ് പറയണോ? മനസ്സ് പറയുന്നതല്ലേ ശരീരം അനുസരിക്കുന്നത്. മനസ്സിന് ഇത്തിരി തെറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ നടത്തം പ്രോപ്പറായിരിക്കുമോ? ലേശം അങ്ങോട്ട് അകത്തേക്ക് എത്തുമ്പോൾ ആളുകൾ സച്ചിദാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ ശരീരത്തിൻ്റെ താളം തെറ്റുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റിയാൽ ശരീരത്തിൻ്റെ താളം തെറ്റുന്നുവെങ്കിൽ ശരീരത്തെ ഉണർത്തുന്നതും ശരീരത്തെ ഇരുത്തുന്നതും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം മനസ്സാണെങ്കിൽ ശരിക്കും ഈ ശരീരം മനസ്സിലാണോ മനസ്സ് ശരീരത്തിലാണോ? ആയിരിക്കുമോ? ചുരുക്കി പറഞ്ഞാൽ ശരീരത്തെക്കാൾ ശക്തി മനസ്സിനാണോ?
അതോ മനസ്സിനേക്കാൾ ശക്തി ശരീരത്തിനാണോ? അല്ലേ? ഇനി അതിൽ നിന്നും ഒരു പടി നമ്മൾ മുന്നോട്ട് പോയാൽ അതിനും ശക്തിയുള്ള ഒരു സത്യം നമ്മളിൽ ഉണ്ട്. അതാണ് ആരെ ഉണർത്തുന്നത്? മനസ്സിനെ ഉണർത്തുന്നത്. ഇതൊന്നും എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഗീതയിൽ അത്ര വ്യക്തമായി കൃഷ്ണൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. 15-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ സർവൈരഹമേവ വിദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ഹൃദയത്തിൽ എന്നല്ല അർത്ഥം. ഹൃദി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്നല്ല അർത്ഥം. ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നുള്ള ശബ്ദത്തിന് സോഴ്സ് എന്നർത്ഥം. എല്ലാറ്റിൻ്റെയും ഉറവിടം. എല്ലാവരുടെയും ഹൃദി ഉറവിടമായി, എല്ലാറ്റിൻ്റെയും ആരംഭമായി, ബിഗിനിങ് ആയി അഹം സന്നിവിഷ്ടോ, ഞാനാണ് സന്നിവിഷ്ടനായിരിക്കുന്നത്. ഐ ആം ദ ബിഗിനർ, അല്ലെങ്കിൽ ഐ ആം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ഭഗവാൻ പറയാണ്. എന്തൊക്കെയാണ് എന്നിലിരിക്കുന്നത്? മത്തൻ എന്ന് പറഞ്ഞാൽ കഷ്ണം മുറിക്കുന്ന സാധനമല്ല, എന്നിലാണ് മത്ത. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, ജ്ഞാനം, ബോധം, അറിവ്, അപോഹനം, മറവി. എന്നിലാണ് ഓർമ്മയിരിക്കുന്നത്, എന്നിലാണ് അറിവിരിക്കുന്നത്, എന്നിലാണ് മറവിയിരിക്കുന്നത്. എല്ലാം എന്നിലാണെന്ന് പറഞ്ഞാൽ ഓർമ്മകളൊക്കെ ശരീരത്തിനാണോ മനസ്സിനാണോ? അറിവുണ്ടാകുന്നത് മനസ്സിലൂടെയാണോ അതോ മനസ്സല്ലെങ്കിൽ ബുദ്ധിയിലൂടെയാണോ ശരീരത്തിലൂടെയാണോ? ബുദ്ധി അല്ലെങ്കിൽ മനസ്സിലൂടെയാണ്. അതുപോലെ തന്നെ മറവിയും മനസ്സിനാണെങ്കിൽ ചിന്തകൾക്കല്ലേ ഇതൊക്കെ? ആണോ? ഒരു സാധനത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സുണർന്നിരിക്കണം. വേണോ? ഇതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഗീതയും ഭാഗവതവും അടുത്തു വെച്ചാലും ഇത് ഗീതയാണ്, ഇത് ഭാഗവതമാണെന്ന് തിരിച്ചു പറയാൻ വേണോ? വേണ്ടയോ? മനസ്സും ബുദ്ധിയും വേണം. അപ്പൊ അറിവും മറവിയും ഓർമ്മയും എല്ലാം ഇരിക്കുന്നത് മനസ്സിലാണെങ്കിൽ ആ ചിന്തകളൊക്കെ ഇരിക്കുന്നത് എന്നിലാണെങ്കിൽ ചിന്തകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ശരീരത്തിലോടല്ല എന്നല്ലേ കൃഷ്ണൻ പറഞ്ഞു തരുന്നത്? മനസ്സിലാവുണ്ടോ നിനക്ക്? മത്ത സ്മൃതി ജ്ഞാനം അപോഹനം. ഇപ്പൊ എന്നിലാണ് സ്മൃതിയും അറിവും മറവിയും ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ചിന്തകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജ്ഞാനമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചിന്തകളാണ്. അപ്പൊ ചിന്തകൾ ഉണ്ടാകുന്നതും ചിന്തകൾ നിലനിൽക്കുന്നതും ചിന്തകൾ മറയുന്നതും ശരീരത്തിലല്ല, എന്നിലാണ്. ഞാനുള്ളത് കൊണ്ടാണ് ചിന്തകൾ ഉണരുന്നതും ചിന്തകൾ ഉണർന്ന് നിലനിൽക്കുന്നതും ചിന്തകൾ മറയുന്നതുമെങ്കിൽ ഈ എന്നെയാണ് വേദൈശ്ച സർവൈ അഹമേവ വേദ്യ. എല്ലാ വേദങ്ങളും അറിയാൻ പറയുന്നത് ആരെയാണ്? എന്നെയാണ്. വേദാന്ത കൃത് വേദ വിദേവചാഹം. വേദാന്ത കൃത്, അവനാണ് വേദാന്തത്തെ അറിഞ്ഞവൻ, അവനാണ് വാസ്തവത്തിൽ എന്നെ അറിഞ്ഞവൻ എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഈസ് എന്താണ്? കണക്റ്റഡ് വിത്ത് ദി സെൽഫ് വിത്തിൻ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഈ ചിന്തകളുണ്ടല്ലോ, ഓരോ ചിന്തകൾക്ക് പിന്നിലും ആരുടെ സാന്നിധ്യമുണ്ട്? അപ്പൊ ചിന്തകളൊക്കെ എന്ന് പറയുന്നത് സൂര്യന്റെ കിരണം പോലെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, കുടത്തിൽ നിന്നും വരുന്ന പ്രകാശം പോലെയാണ്. അത് കുടത്തിൽ നിന്നല്ല വരുന്നത്, അതിന്റെ ഉള്ളിലുള്ള ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണ് ഈ കണ്ണിന്റെ പ്രകാശവും കാതിന്റെ പ്രകാശവും കൈകാലുകളുടെ ചലനവും ഒക്കെ വരുന്നതെങ്കിൽ ഇതിന്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. ഇത് നല്ലവണ്ണം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മനസ്സിന്റെ പിന്നിലും ആരുടെ സാന്നിധ്യമുണ്ട്? ഭഗവാന്റെ സാന്നിധ്യം. കേനോപനിഷത്തിൽ പറയും ഇതിനെ പ്രതിബോധ വിദിതം മതം. പ്രതിബോധ വിദിതം, ഓരോ ബോധത്തിനും പിന്നിലാണ് ഈശ്വരൻ എന്ന് അറിഞ്ഞാലുന്നാണ്. എവിടെയാണ് ഈശ്വരൻ? ഓരോ ബോധത്തിനും പിന്നിലാണ് ആര്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ
എനിക്ക് സന്തോഷിക്കുമ്പോഴും സന്തോഷം വരുമ്പോഴും ആ സന്തോഷം വരുന്നതിന് കാരണം സന്തോഷം മനസ്സിലാണ് വരുന്നതെങ്കിലും ആ സന്തോഷം വരുന്നതിന് കാരണം ആരുള്ളത് കൊണ്ടാണ്? ദുഃഖം വരുമ്പോഴും ഭഗവാനുള്ളത് കൊണ്ടാണ്, ഭയം വരുമ്പോഴും ഭഗവാനുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാ വികാരങ്ങളും വരുന്നതിന് കാരണം കൂടെ ആരുണ്ട്? വാസ്തവം പറഞ്ഞാൽ എപ്പോഴും ആരാണ് ഉള്ളത്? ഭഗവാനുള്ളത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഓരോ ചിന്തകളെയും നിലനിർത്തുന്നത് മത്തസ്മൃതിജ്ഞാനം. ഇത് ബൈഹാർട്ട് പഠിക്കണേ നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിൽ എപ്പോഴും നിൽക്കും. മത്തസ്മൃതിജ്ഞാനം അബോഹനം ച. എന്നിലാണ് ഓർമ്മയും, എന്നിലാണ് മറവിയും, എന്നിലാണ് അറിവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്നിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ചിന്തകൾക്കൊക്കെ എന്നെ അറിയാനും സാധിക്കണം, എന്നിൽ ഉറയ്ക്കാനും സാധിക്കണം, എന്നിലേക്ക് തിരിച്ചു ലയിക്കാനും സാധിക്കണം. മനസ്സിലേക്ക് കയറുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയുള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ചിന്തകൾക്കുണ്ട് എന്ന്. അത് മനസ്സാവട്ടെ, ബുദ്ധിയാവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, all the thoughts are connected with the self. അത് നല്ലവണ്ണം നമ്മൾ ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ഇവിടെ നിലനിർത്തുന്ന ഒരു ശക്തിയാണെന്ന ബോധ്യം നമുക്ക് വരും. നമ്മുടെ വ്യക്തിത്വത്തെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ശക്തി തന്നെയാണ് ആര്? ഭഗവാൻ എന്നുള്ള ബോധം നമുക്ക് വരും. ഒന്നുകൂടി നമുക്ക് നോക്കാം, ഗീതയിലൂടെ തന്നെ നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പറയുന്നത് എത്ര കണ്ട് സത്യമാണെന്നുള്ളത്. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോദിഗച്ഛതി. ഞാൻ ഗുണങ്ങൾക്കതീതമായ സത്യമാണ്, എനിക്ക് ഗുണങ്ങളൊന്നുമില്ല, ഞാൻ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ്. കർത്താരം, ഞാൻ ഒന്നിൻ്റെയും കർത്താവല്ല, ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. അങ്ങനെ ആരാണോ എന്നെ കാണുന്നത്, അറിയുന്നത്, ഗുണേഭ്യശ്ച പരം വേത്തി, ഞാൻ ഗുണങ്ങൾക്കും അതീതനാണെന്ന് ആര് അറിയുന്നുവോ, മദ്ഭാവം സഹ അധിഗച്ഛതി, അവൻ എൻ്റെ ഭാവത്തെ പ്രാപിച്ചിടും എന്ന് പറഞ്ഞാൽ അറിയുന്നത് എന്തുകൊണ്ടാണ്? ശരീരം കൊണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ? അപ്പം അറിയുന്നവൻ എന്നെ പ്രാപിച്ചിടും എന്ന് പറയുന്നാൽ അറിയുന്ന ഉപകരണം എന്നിലേക്ക് ലയിച്ചു ചേരുന്നു പറഞ്ഞാൽ ഈ മനസ്സ് ആരിലേക്ക് എത്തിച്ചേരണം? ഭഗവാനിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരോട് തന്നെയാണ്? അപ്പൊ എന്നിൽ നിന്നുണ്ടായ ചിന്തകൾ